അപ്പോൾ ഗൈസ് ഞാനിവിടെ ദീപ ഹോസ്പിറ്റലാണ്. ഇവിടെ ഗംഭീര ചെണ്ടമേളാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല, എങ്കിലും ഞാൻ നല്ല ഉച്ചത്തിൽ പറയും. ഇതെൻ്റെ അമ്മയാണ് പോകുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതെൻ്റെ അനിയത്തി. ഇവിടെ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ കളക്ടറിനെയാണ് വിളിച്ചത്. പിന്നെ സാറാണ് ആ ഹോട്ടലിൽ പോയത്. പിന്നെ ഇതാണ് ചെണ്ട കൊണ്ടുവന്ന് ചേർന്നത്. പിന്നെ ആ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ ഗൈസ്. പിന്നെ എന്താണ് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ദീപ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ് കെയർ യു ക്യാൻ ട്രസ്റ്റ്. നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ അത് ദീപ മാമിൻ്റെ മൂത്ത മകളാണ് കേട്ടോ. പിന്നെ അതാരാന്നറിയില്ല. പിന്നെ ഇതെൻ്റെ കൂടെ ചെറുച്ചാണ്. ഭയങ്കര കമ്പനിയാണ് നമ്മുടെ പേര്. പിന്നെ ഇവരുടെ പേര് മനസ്സിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ പുറകെ ഇരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്നതാണ്. 8ാം ക്ലാസ്സിൽ പൈസനാണ് പഠിക്കുന്ന കമ്പനിയാണ്. പിന്നെ ഞാൻ കാണാതെ എടുത്ത വീഡിയോയാണ്. പിന്നെ ഇവിടെ ഇനാഗ്രേഷന് വേണ്ടി വരാറായിട്ടുള്ളത്. പിന്നെ അത് ഏത് കൊച്ചുങ്ങളാണെന്ന് എനിക്കറിയില്ല. പിന്നെ ചെണ്ടമേളം കഴിഞ്ഞതുകൊണ്ട് എടുത്ത് മറ്റേ ചെണ്ട വെച്ചതാണ്. കമൻറ്റിലെല്ലാവരും ഇടണം കേട്ടോ. ഈ ഇനാഗ്രേഷൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഉറപ്പായിട്ടും ഇടണം. പ്ലീസ് ഞാൻ എല്ലാവരുടെയും വായിക്കാം. പിന്നെ നമ്മൾ ദീപ മാഡത്തിനെ കാണിച്ചു തരാം. പിന്നെ ഇത് അവിടുത്തെ കുറച്ച് സ്റ്റാഫാണ്. ഇത് ഞാൻ വെറുതെ എടുത്തൊരു വീഡിയോ ആണ്, വൈറലാവട്ടെ എന്ന് വിചാരിച്ച്. സീനാമ്മ അങ്ങനെയൊക്കെയാണ് പേര്. പിന്നെ ദീപ ഡോക്ടറിൻ്റെ മോള്. പിന്നെ ദീപ ഡോക്ടർ അവിടെ ഉണ്ട് കണ്ടോ. ആ റെഡ് ബ്ലൗസൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയായിരുന്നു ദീപ ഡോക്ടറിനെ കാണാൻ. നല്ല ഒരു ബ്രൈഡൽ ലുക്കിനെ പോലെയാണ് ദീപ ഡോക്ടർ വന്നത്. എന്ത് രസമായിരുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം.